തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുമ്പാണ് ഇവിടെ പോസ്റ്ററുകളും മറ്റും വന്നിട്ടുണ്ടായിരുന്നത്. സർവം ദീപ്തം എന്നുള്ളൊരു പോസ്റ്ററും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ മാം, എവിടെ നിന്നാണ് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്? അല്ല, പോസ്റ്റർ ഒട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു തവണ ജനപ്രതി ആകണം എന്നുള്ള ആഗ്രഹമുണ്ടാകും. അതിനെ ഒരു അതിമോഹമായിട്ടൊന്നും കാണാനില്ല. അത് ഒരു പൊളിറ്റിക്കൽ ലൈഫിൻ്റെ പാർട്ട് ഓഫ് ജേണിയാണ്. ജനങ്ങളുടെ പ്രതിനിധിയാകുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സംഘടനാ പ്രവർത്തനത്തിനോട് ചേർന്ന് നിന്ന് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെയുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ ചോദിക്കാൻ പറ്റുക. അപ്പോൾ ഇത്തവണ ഞാൻ തൃക്കാക്കര തന്നെയാണ് എനിക്ക് മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ പി ടി തോമസ് മരിച്ച ഒരു സാഹചര്യത്തിൽ 4 വർഷ കാലയളവ് ഉണ്ടായിരുന്നു. അന്ന് പി ടി തോമസിൻ്റെ ഭാര്യ മത്സരിക്കണമെന്നുള്ള ഒരു നിലയിലേക്ക് പാർട്ടി തീരുമാനങ്ങൾ വരുന്നു. അങ്ങനെ തീരുമാനിച്ചെങ്കിലും പിന്നെ അടുത്ത തവണ മറ്റാർക്കെങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ എൻ്റെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിറ്റിംഗ് MLA-മാരെ ആരെയും മാറ്റുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്ലെയിമും ഞാൻ വെച്ചില്ല. പക്ഷേ ലീഡർഷിപ്പിൻ്റെ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് കൊച്ചിയിൽ എൻ്റെ പേര് വന്നത്.